ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് അഫയേഴ്സ് 2024 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇപ്പം വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം തന്നെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം 10 ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൻ്റെ ആൻസർ മാത്രം അഡീഷണൽ പോയിൻറ്സും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ സെഷനിലേക്ക് പോകാം. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന ആരാന്നാണ് ചോദ്യം. പുതിയ അപ്പോയിൻറ്റ്മെൻ്റ് ആണ്. സോ ആരാണ്? നായബ് സിംഗ് സൈനി. നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന വ്യക്തിയാണ് പുതിയ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. ആൻഡ് അദ്ദേഹം ഏത് പാർട്ടിയിലുള്ള ആളാണ്? അദ്ദേഹം BJP പാർട്ടിയിലുള്ളതാണ്. ആൻഡ് കുരുക്ഷേത്ര MP ആണ്. സോ ശ്രദ്ധിക്കുക, ഈ സാധാരണ ചീഫ് മിനിസ്റ്റർ ആവണമെങ്കിൽ എന്തായിരിക്കണം? MLA ആയിരിക്കണം. സോ ബട്ട് MLA അല്ല, MP ആണ്. സോ ദാറ്റ് മീൻസ് അദ്ദേഹം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടണം. എങ്കിൽ മാത്രമേ ആ ചീഫ് മിനിസ്റ്ററിൻ്റെ പദവി അവിടെ നിലനിൽക്കുള്ളൂ. സോ നായബ് സിംഗ് സൈനി ഓർത്തു വയ്ക്കുക. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നായബ് സിംഗ് സൈനിയാണ്. നെക്സ്റ്റ് വൺ, ഹു വാസ് ഇലക്റ്റഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ. പുതിയ പ്രസിഡന്റ്, ന്യൂ പ്രസിഡന്റ് ഓഫ് പാരാലിമ്പിക് കമ്മിറ്റിയാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കുക, പ്രസിഡന്റ് പാരാലിമ്പിക് കമ്മിറ്റിയാണ്, ഒളിമ്പിക് കമ്മിറ്റി അല്ല. സോ പാരാലിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം വരുന്നത്. ആരാണ്? ദേവേന്ദ്ര ജാജരിയാണ്. ഇദ്ദേഹത്തിൻ്റെ അഡീഷണൽ പോയിന്റ്സ് ശ്രദ്ധിക്കുക. എന്താണ്? ഹി won 2 gold medals for India at the Paralympics during his playing career. സോ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൽ അദ്ദേഹം 2 ഗോൾഡ് മെഡൽസ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. 2 ഗോൾഡ് മെഡൽസ് എപ്പോഴൊക്കെയാണ്? ഒന്ന് 2004-ലും രണ്ടാമത്തത് 2016-ലുമാണ്. 2004 വിൻ ചെയ്തത് ഗോൾഡ് ഇൻ എയ്ത്തൻസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻ റിയോ. ഹി ഓൾസോ ക്ലെയിംഡ് എ സിൽവർ മെഡൽ. ഇതൊന്നും കൂടാതെ തന്നെ സിൽവർ മെഡൽ എവിടെയാണ്? ടോക്കിയോ പാരാലിമ്പിക്സിലും ഇദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. Now, what is the importance of Paralympic Committee of India? Paralympic Committee of India'യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. It is a body responsible for selecting athletes to represent India at the Paralympic Games. So Paralympic Gamesൽ ഏതൊക്കെ അത്ലീറ്റ്സ് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ ബോഡിക്കാണ്. ഇത് മാത്രമല്ല, അതർ ഇൻ്റർനാഷണൽ അത്ലറ്റിക് മീറ്റ്സിനും ഇവർ തന്നെയാണ് അത്ലീറ്റ്സിനെ സെലക്ട് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് തന്നെയാണുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദ ഫ്ലാഗ് ബെയറർ ഓഫ് ഇന്ത്യ ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒളിമ്പിക്സ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് പാരാലിമ്പിക്സ് ആണ്. സോ ഫ്ലാഗ് ബെയറർ എന്നാണ് ചോദ്യം. ഫ്ലാഗ് ബെയറർ ഇൻ പാരീസ് ഒളിമ്പിക്സ് ഈ വർഷം നടക്കാനുള്ളതാണ്. സോ ആരാണ് ഫ്ലാഗ് ബെയറർ? സോ ശരത് കമൽ, ഇദ്ദേഹമാണ് ഫ്ലാഗ് ബെയറർ ഇൻ പാരീസ് ഒളിമ്പിക്സ്. അഡീഷണൽ പോയിന്റ്സ് ശ്രദ്ധിക്കുക. ശരത് കമൽ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശരത് കമൽ. 2 ടൈം കോമൺവെൽത്ത് ഗെയിംസ് വിന്നർ ആയിരുന്നു. എന്ന് മാത്രമല്ല, ഖേൽരത്നം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒളിമ്പിക് ഇതിൽ വേറെ അഡീഷണൽ പോയിന്റ്സും കൂടി ശ്രദ്ധിക്കുക. ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് MC Mary Kom has been named as India's chef de mission. അതായത് ഹെഡ് ഓഫ് ദി മിഷൻ എന്ന് പറയും. ഷെഫ് ഡി മിഷൻ ഫ്രഞ്ച് വേർഡാണ്. സോ ദാറ്റ്സ് വൈ നമ്മളങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഇന്ത്യാസ് ഷെഫ് ഡി മിഷൻ, ഹെഡ് ഓഫ് ദി മിഷൻ MC Mary Kom ആണ്. ആൻഡ് ഫോർ പാരീസ് 2024 ഹെഡ് ഓഫ് ദി മിഷൻ ആരാന്ന് ചോദിച്ചാൽ മാരി കോം ആണ്. ആൻഡ് ഫ്ലാഗ് ബെയറർ എന്ന് പറയുന്നത് ശരത് കമലാണ്. വിന്റർ ഒളിമ്പ്യൻ ശിവ് കേശവൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ ഫോർ പാരീസ് 2024. സോ മേരി കോമിൻ്റെ ഡെപ്യൂട്ടി ആയിട്ട് വരുന്നത് ആരാണ്? ശിവ് കേശവനാണ്. ഓക്കെ, സോ 3 പേരാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ശരത് കമൽ, മേരി കോം ആൻഡ് ദെൻ ശിവ് കേശവൻ. ഇവർ 3 പേരുമാണ് പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധം വരുന്നത്. Now next one, who has been appointed as the new Prime Minister of Tuvalu? New Prime Minister of Tuvalu, പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? ടുവാലുവിൽ നമുക്ക് നോക്കാം. ആരാണ്? ഫെലിറ്റി ടിയോ ആണ് ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ടുവാലു എന്ന് പറയുന്നത് സൗത്ത് പസഫിക്കിലെ ഒരു ചെറിയൊരു ഐലൻഡ് നേഷനാണ് സൗത്ത് പസഫിക്കിലുള്ള. പോപ്പുലേഷൻ നോക്കിയേ, പോപ്പുലേഷൻ ഓഫ് 11,200, 11,200 ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അത്രയും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള ഒരു സൗത്ത് പസഫിക്കിലെ ഒരു കൺട്രിയാണ്
ടുവാലു എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സ്പ്രെഡ് അക്രോസ് 9 ഐലൻഡ്സ്. പേരും എന്താണ്? ടിയോ. ഫെലിറ്റി ടിയോ ആണ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ടുവാലു. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഹൂ ഈസ് സെറ്റ് ടു ബിക്കം അയർലൻഡ്സ് യംഗസ്റ്റ് എവർ ടീഷെക്? ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്. ടീഷെക് എന്ന് പറയുന്നത് ചീഫ് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് അയർലൻഡ്. ഓക്കെ, ടീഷെക്. ഹൂ ഈസ് സെറ്റ് ടു ബിക്കം അയർലൻഡ്സ് യംഗസ്റ്റ് എവർ? വളരെ യംഗസ്റ്റ് ആയിട്ടുള്ള ടീഷെക് ആരാ? പ്രൈം മിനിസ്റ്റർ ആരാ അയർലൻഡിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹമായി കേട്ടോ. സൈമൺ ഹാരിസ് ആണ് ദ യംഗസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് അയർലൻഡ്. സൈമൺ ഹാരിസിൻ്റെ പ്രത്യേകത എന്താണ്? അറ്റ് ദി ഏജ് ഓഫ് 37 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ആൻഡ് ഹി ഹാസ് ബിക്കം ദി യംഗസ്റ്റ് എവർ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. സോ അയർലൻഡിലെ യംഗസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇദ്ദേഹം വന്നിരിക്കുകയാണ്. പേരെന്താണ്? സൈമൺ ഹാരിസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് ഫെലിറ്റി ടിയോ ടുവാലു. ഓക്കെ, നെക്സ്റ്റ് വൺ. Name the first member of the Sikh community to take the oath as a minister in the Punjab province of Pakistan. അതായത് പാകിസ്ഥാനിൽ ഒരു പഞ്ചാബ് പ്രോവിൻസ് ഉണ്ട്. ആ പഞ്ചാബ് പ്രോവിൻസിൽ ആദ്യമായിട്ട് സിഖ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ മിനിസ്റ്റർ ആവുകയാണ്. പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒന്നുമല്ല പറയുന്നത്. എന്താ പറയുന്നത്? മിനിസ്റ്റർ ആവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സർദാർ രമേശ് സിംഗ് അറോറ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താവുന്നത്? സിഖ് കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ട് സിഖ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് പഞ്ചാബ് പ്രോവിൻസ്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രോവിൻസിൽ മിനിസ്റ്റർ ആകുന്നത്. ഹി വാസ് സോൺ ഇൻ ആസ് മിനിസ്റ്റർ ഇൻ ദ ക്യാബിനറ്റ്. സോ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു ഓഫ് ദ ന്യൂലി ഇലക്റ്റഡ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഗവൺമെൻറ്. സോ ഫോം ചെയ്ത ഗവൺമെൻറ് ഏത് പാർട്ടിയുടെയാണ്? പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഗവൺമെൻറ് ആണ്. ആൻഡ് ചീഫ് മിനിസ്റ്റർ, പഞ്ചാബ് പ്രോവിൻസിൽ ചീഫ് മിനിസ്റ്റർ ആരാണ്? മറിയം നവാസ് ഷെരീഫ് എന്ന് പറയുന്നത് ഫോമർ പ്രൈം മിനിസ്റ്ററായ നവാസ് ഷെരീഫിൻ്റെ മകളാണ്. അപ്പം എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നവാസ് ഷെരീഫിൻ്റെ മകളായ മറിയം നവാസ് ഷെരീഫ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പഞ്ചാബ് പ്രോവിൻസിൽ ഒരു മിനിസ്റ്ററായിട്ട് സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ആദ്യമായിട്ട് മിനിസ്റ്റർ ആവുകയാണ്. Okay, and everything is happening in Pakistan. Okay, now we'll move on to the next one. 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. Who took oath as the 14th president of Pakistan? Okay, അപ്പം പാകിസ്ഥാനിലെ ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. 14th president of Pakistan. ആരാണ് 14th president of Pakistan? ആസിഫ് അലി സർദാരി. സോ ആസിഫ് അലി സർദാരിയാണ് 14th president of Pakistan ആവുന്നത്. The only civilian president in the history of Pakistan to be elected for a second time. സോ രണ്ടാമത് ഇലക്റ്റഡ് ആകുന്ന സിവിലിയൻ പ്രസിഡൻറ്റ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ്. കാരണം പാകിസ്ഥാനിൽ സാധാരണ സിവിലിയൻസ് രണ്ടാമത് പ്രസിഡൻ്റ് ആവാറില്ല. മിലിറ്ററി കൂ നടക്കുന്നൊരു സ്ഥലമാണ്. അടിക്കടി മിലിറ്ററി കൂ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ പലപ്പോഴും നടന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് മിലിറ്ററി കൂ നടക്കുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സിവിലിയൻ പ്രസിഡൻറ്റ് രണ്ടാമതാവുക എന്ന് പറയുന്നത് അതൊരു വലിയ ചരിത്രപരമായ നേട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സിവിലിയൻ പ്രസിഡൻറ്റ്, രണ്ടാമത് ഒരാൾ തന്നെ രണ്ടാമതും സിവിലിയൻ പ്രസിഡൻ്റ് ആകുന്നത് ഇത് ആദ്യമായിട്ടാണ്. നൗ ഹി ഈസ് എ വിഡോവർ ഓഫ് ദി ട്വൈസ് ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ ബേനസീർ ഭുട്ടോ. സോ ബേനസീർ ഭുട്ടോ പഴയ പ്രൈം മിനിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ആസിഫ് അലി സർദാരി പ്രസിഡൻ്റാണ് കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, പ്രസിഡൻ്റാണ്. Now next one, which team has emerged as the champions of the 10th edition of the Pro Kabaddi League? So Pro Kabaddi Leagueൻ്റെ 10th എഡിഷനിൽ 10th സീസണിൽ ചാമ്പ്യൻ ആയിട്ടുള്ളത് ഏത് ടീം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരാണ്? പുനേരി പൽത്താനാണ് 10th എഡിഷനിൽ എമേർജ് ചെയ്തിരിക്കുന്ന ചാമ്പ്യൻ എന്ന് പറയുന്നത്. അവർ ആരെയാണ് ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്? റണ്ണറപ്പായിട്ട് വന്നത് ഹരിയാന സ്റ്റീലേഴ്സാണ്. ഹരിയാന സ്റ്റീലേഴ്സിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. ഇത് ആദ്യമായിട്ടാണ് പുനേരി പൽത്തൻ എന്താവുന്നത്? ചാമ്പ്യൻസ് ആകുന്നത്. ആൻഡ് എവിടെയാണ് ഈ പറയുന്ന ചാമ്പ്യൻഷിപ്പ്, ഈ ഒരു മാച്ച് നടന്നത്? GMC ബാലയോഗി സ്പോർട്സ് കോംപ്ലക്സ് ഇൻ ഗാച്ചിബൗളി, ഹൈദരാബാദ്. സോ അതും കൂടി പഠിച്ചു വയ്ക്കുക. GMC ബാലയോഗി സ്പോർട്സ് കോംപ്ലക്സ് എവിടെയാണെന്നുള്ള ചോദ്യം വരാം. ഹൈദരാബാദ് എന്നുള്ള ചോദ്യത്തിന് അപ്പുറത്തെ സ്ഥലം കൂടി നമുക്കിപ്പോൾ ചോദിക്കാറുണ്ട്. എക്സാക്റ്റ് പ്ലേസ് ഓഫ് ഗാച്ചിബൗളി. ഓക്കെ, now let's move on to the 9th question. എന്താണ്? Name the Indian badminton players who have won the BWF French Open
മെൻസ് ഡബിൾസ് ടൈറ്റിൽ. സോ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് ഡബിൾസ് ടൈറ്റിൽ 2 ഇന്ത്യൻ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരാണ്? 2 പേര് വരുന്നത് നമ്മളിപ്പം സ്ഥിരമായി കേൾക്കുന്ന പേരുകളാണ്. സാത്വിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. സാത്വിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. ഈ സാത്വിക് ചിരാഗിൻ്റെ ഡുവോ നേരത്തെ വിൻ ചെയ്തിട്ടുണ്ട്. ഏർലിയർ 2022 ഇവർ വിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാദ്യമായിട്ടല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് കൺട്രി ഹാസ് എമേർജ്ഡ് ആസ് ദി വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൊബൈൽ ഫോൺസ്? ഏതാണ് സെക്കൻഡ് കൺട്രി? ഏതായിരിക്കാം? ഇന്ത്യ. ഓക്കെ, സോ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ഫോൺസിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഫസ്റ്റ് ഇപ്പോഴും ആരാണ്? ചൈന തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. സോ ഇതാണ് നമ്മൾ ഈ സെഷനിലെ 10 കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ വർഷത്തെ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.